I think ഇത്രേ ഉള്ളൂ. That's it. And then once നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആക്ടർ എൻ്റെ വളരെ നല്ല ഫ്രണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഐ വാസ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ പൊതുവേ അങ്ങനെ ആക്സസിബിളേ അല്ലാത്ത ആളാണ്. അങ്ങനെ വൺസ് an actor sent me a shirtless photo and I was like, എന്നിട്ട് he's asking me തിരിച്ചൊരു ഫോട്ടോ അയക്കും. മലയാളത്തിലെ ബെസ്റ്റ് ആങ്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഏതൊരാളും പറയുന്ന ഉത്തരമാണ് രഞ്ജിനി ഹരിദാസ്. അന്നും ഇന്നും അതിനൊരു കോട്ടം വന്നിട്ടില്ല. ഒരു സ്റ്റേജിൽ കയറി ക്രൗഡിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് രഞ്ജിനിയോളം ഇന്ന് മറ്റാർക്കും വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരിക്കും മെയിൻ റീസൺ. എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. രഞ്ജിനി തന്റെ യൂട്യൂബ് ചാനലിൽ തനിക്ക് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നേരിട്ട കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നുണ്ട്. ഇത്രയും മോശം അനുഭവങ്ങൾ വളരെ കൂളായിട്ടാണ് രഞ്ജിനി അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, രഞ്ജിനി മോഡലിംഗ് വഴിയാണ് ആങ്കറിംഗിലേക്ക് എത്തിയത്. വളരെ ചെറിയ പ്രായത്തിൽ അറൌണ്ട് 14-15 വയസ്സിൽ തന്നെ രഞ്ജിനി മോഡലിംഗ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. രഞ്ജിനിക്ക് ആദ്യമായി മോഡലിംഗ് ഓഫർ വരുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലൂസി ആന്റി വഴിയാണ്. വലിയ പ്രതീക്ഷയോടെയും വലിയ വരുമാനവും ഒക്കെ പ്രതീക്ഷിച്ചാണ് രഞ്ജിനി ആദ്യമായിട്ട് മോഡലിംഗിന് പോകുന്നത്. എന്നാലേ കിട്ടിയതോ വണ്ടി ചെക്ക് എന്ന് പറഞ്ഞാൽ ബൗൺസ് ആയ ചെക്കാണ്. അതിനെ കുറിച്ച് രഞ്ജിനി പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഈ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കുന്നത് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഒരു പെൺകുട്ടി ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, ഫിലിം, ടെലിവിഷൻ, മീഡിയ, മോഡലിംഗ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ചെറിയ പ്രായത്തിലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, വഴിതെറ്റിപ്പോയി, അവൾ അസത്താണ്, അവൾ ശരിയാവത്തില്ല. ഇത് ഞാനും കേട്ടു. സോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വളരെ ചെറിയ വിൽ സ്റ്റാർട്ട് റൈറ്റ് അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് മോഡലിംഗ് അസൈൻമെൻറ്റ് എന്നൊക്കെ പറയാവുന്ന കാര്യം എനിക്ക് വരുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വഴിയാണ്. ലൂസി ആൻറ്റി എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ മസ്റ്റ് ബിൻ 14 വയസ്സ്, 13, 14, 15 വയസ്സ്, ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ. അപ്പോൾ അവരുടെ വീട്ടിൽ എൻ്റെ മുടി വെട്ടാൻ എന്തോ പോയതാണ് ഞാൻ. മുടി വെട്ടാനോ എന്തോ, അപ്പോൾ മുടി കളർ ചെയ്യാനോ സംതിങ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്ക് തോന്നി ഞാൻ മോഡൽ ചെയ്താൽ നന്നായിരിക്കും എന്ന്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ടൈം ഇൻഡസ്ട്രിയിൽ കാലുകുത്തി വെച്ചപ്പോൾ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ കുട്ടിക്ക് മോഡലൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല, 2-3 മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അപ്പം മോഡലിംഗ് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് നോ. എൻ്റെ അമ്മ ലൈക്ക് നമുക്ക് ട്രൈ ചെയ്യാം, ബിക്കോസ് അമ്മയായിരുന്നു എൻ്റെ പുഷ്. അപ്പോൾ ഐ വാസ് ലൈക്ക് കാശ് കിട്ടുമോ, കാശൊന്നും വേണം. ഞാൻ പണ്ടും ആർക്കും ഒരു കോപ്പും ഫ്രീ ആയി ചെയ്ത് കൊടുത്തിട്ടില്ല എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കഥ മാറും. ഓക്കെ, സോ ഐ സ്റ്റിൽ റിമെമ്പർ പ്രീമിയർ ക്ലോക്സ്, അതാണ് ബ്രാൻഡ്. അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഷൂട്ട് കോഴിക്കോട്, സെലക്റ്റായി. ലൂസി ആൻറ്റി ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് പോകണം. എങ്ങനെ പോകണം? ടിക്കറ്റില്ല, ഒരു കോപ്പുമില്ല. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഗേറ്റിൻ്റെ ടിക്കറ്റില്ലല്ലോ, ഭയങ്കര ഫുള്ളായിട്ടുള്ളൊരു ട്രെയിനിൽ മറ്റേ ഡോറിൻ്റെ അടുത്ത് എൻ്റെ ബാഗിൻ്റെ മുകളിൽ ഇരുന്നാണ് ഞാൻ പോയത്. ഐ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഐ എം 15 years old. സോ ഐ എം ലൈക്ക് ഇങ്ങനെയാണോ മോഡലിംഗ്? നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മോഡലിംഗ് ഇങ്ങനെയല്ല. അമ്മയുണ്ട്. ലൈക്ക് ഐ ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ വാസ് ലൈക്ക് വേർ ഇസ് ദ കാർ, വേർ ഇസ് ദി AC, നത്തിങ്. സോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് എത്തുന്നു. എനിക്കറിയാത്ത കുറേ ആൾക്കാരാണ് ഇതിൽ. ഭയങ്കര വലിയ പ്രൊഡക്ഷനുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ 15 വയസ്സായ കുട്ടി അവിടെ എത്തി തന്നെ ഈ 15 വയസ്സ് എന്നെ ഒരു സാരി, ഒരു നോട്ട് സോ ബ്യൂട്ടിഫുൾ അഗ്ലി പച്ച കളർ സാരി ഞാൻ മറക്കില്ല. ഞാനാണ് കല്യാണപ്പെണ്ണ്. തീം എൻ്റെയും ഏതോ ചെക്കൻ്റെയും കല്യാണമാണ്. നാട്ടുകാരൊക്കെ ഉണ്ട്, എന്തൊക്കെയോ നടക്കുന്നു, ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഞങ്ങൾക്കൊരു ചെക്ക് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഐ എം നോട്ട് ഷുവർ. 2000 rupees, വിച്ച് ഇസ് വെരി ഗുഡ് മണി 15 വയസ്സിൽ. ഈവൻ ടുഡേ ഇറ്റ്സ് ഡീസെൻറ്റ്. ഒരാഴ്ച കടന്നു പോകല്ലോ, 2-3 ദിവസമൊക്കെ പോകല്ലോ. എന്നിട്ട് ഡൂഡ്, ഇത് നടന്നത് 1997, 98, 2026 എനിക്ക് ആ കാശ് കിട്ടിയിട്ടില്ല. വണ്ടി ചെക്ക്. That was my first bad experience. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ മോഡലിംഗ് തന്നെ ഫ്രീ ആയി ചെയ്ത് കൊടുക്കേണ്ടി വന്നു എന്നർത്ഥം. പാവം തിക്കും തിരക്കുള്ള ട്രെയിനിൽ എങ്ങനെയൊക്കെയോ പോയി വന്നതാണ്. എന്നാലോ അതിന്റെ ആൾക്കാർ വണ്ടിച്ചക്കും കാണിച്ച് പറ്റിച്ച്. എന്തായാലും രഞ്ജിനി തന്നെ ഇതൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാനല്ലേ. തീർന്നില്ലേ, ഇനിയും ഇങ്ങനെ 2 തവണ കൂടി രഞ്ജിനി പറ്റിക്കപ്പെടുന്നു. ഇവൻ അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ വരെ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ രഞ്ജിനി സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഓരോന്നോരോന്നായി കേട്ടോക്കാം. സമയത്ത് ഇത് മോഡലിംഗ്, ടെലിവിഷൻ ആഡ്. ഇതേ സമയം ഓക്കെ, അടുത്തത് ഞാൻ ചെയ്യുന്നൊരു ഫാഷൻ ഷോ ആണ്. സെയിം ടൈം. സോ ഫാഷൻ ഷോ റാമ്പ് വാക്ക്. അത് ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഒരു ഹോട്ടലിൻ്റെ മുകളിൽ, തോപ്പുംപടിയിലുള്ള ഹോട്ടലിൻ്റെ മുകളിൽ കുറേ അപ്പോഴത്തെ മോഡൽസ്, എല്ലാം ഗുഡ് ലുക്കിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ സംതിങ്. മോഡലായിട്ട് പോകുന്നു. 500 രൂപ തരാമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി നടക്കുന്നു. ഒരാഴ്ച പ്രാക്ടീസ് കഴിഞ്ഞ് ഫൈനൽ ഫാഷൻ ഷോ നടത്തുന്നു. അത് ചെയ്യുന്നു. 500 രൂപ തരാമെന്ന് പറഞ്ഞു. അതും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്നും. അപ്പം റാമ്പായി, തിയേറ്ററായി.
ഇനി പ്രിന്റ് ആഡിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കാൻ നല്ലത്. അന്നത്തെ വളരെ വളരെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫർ, വളരെ ഫേമസ് ആയ ഫോട്ടോഗ്രാഫർ, മോഡൽ കോർഡിനേറ്റർ, വളരെ ഫേമസ് ആയ കേരളത്തിലെ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന കുറേ ഇപ്പോഴല്ല എൻ്റെ കാലഘട്ടത്തിലെ കുറേ ആക്ട്രസസ് ഒക്കെ ഭാഗമായ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അവർക്ക് കാശ് കിട്ടിയോന്ന് എനിക്കറിയില്ല, എനിക്ക് കാശ് കിട്ടിയിട്ടില്ല ഇന്ന് വരെ. സോ അതും ഒരു 500 രൂപയായിരുന്നു. അതും ഇറ്റ് വാസ് ഫോർ സം ബിഗ് ഫോർച്യൂൺ 500 ബ്രാൻഡ്. അതിൻ്റെ ആ ഒരു മാഗസീനിൽ വരാനുള്ള സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിന് പുറത്തായിരുന്നു ആ ഷൂട്ട്. ടിൽ ടുഡേ ഈ 3 പേയ്മെൻറ്റും എൻ്റെ ഈ ഫീൽഡിലേക്ക് ഞാൻ കാലെടുത്തി വെച്ച 3 പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളാണ്. ചെക്ക് എന്ന് പറഞ്ഞ സാധനം ഈ ഇൻഡസ്ട്രിയിൽ കയറുമ്പോൾ എടുക്കരുത് പ്ലീസ്. 2, അഡ്വാൻസ് എടുക്കാതെ ഡോണ്ട് ഡു ഇറ്റ്. ആൻഡ് വളരെ ക്ലിയർ കട്ടായിട്ട് പൈസയുടെ കാര്യം നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും, നമ്മളൊരു ന്യൂ കമർ ആണെന്ന് വിചാരിച്ച് എല്ലാവരും നമ്മളെ ഒപ്പിക്കാൻ നോക്കും. അതെങ്ങനെയാണ്, കുറെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക. ഇന്നത്തെ സ്ട്രോങ് രഞ്ജിനിയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് അവർ നേരിട്ട് ഇത്തരം മോശം അനുഭവങ്ങളിലൂടെയാണ്. നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കാതെ ഒരു ജോബും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മേടിക്കണം. നമ്മൾ തന്നെ നമ്മുടെ കഴിവിന് ഒരു വില ഇടണം. അതിൽ കുറയാൻ ആര് ശ്രമിച്ചാലും നമ്മൾ ശ്രമിക്കരുത്. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കത്തിലൊക്കെ അനാവശ്യമായി ഒരുപാട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു. നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നിട്ടോ അവസാനം മനസ്സിലായി നമ്മൾ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെ പണിയെടുത്താലും നമുക്ക് കിട്ടുന്നത് ഒരേ സാലറിയാണ്. നമ്മൾ ഏൽപ്പിച്ച പണി മാത്രം നമ്മൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഓവർ കമ്മിറ്റ്മെന്റ് കാണിച്ച് നമ്മൾ ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് കണക്ട് ആയിട്ടുണ്ടാവും അല്ലെ? എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും രഞ്ജിനിക്ക് ബാഡ് എക്സ്പീരിയൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവനൊരു ഫേമസ് ചാനലിൽ കഷ്ടപ്പെട്ട് 13 ദിവസം പണിയെടുത്തു. എന്നിട്ടോ വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമാണ് അവർ രഞ്ജിനിക്ക് കൊടുത്തത്. രഞ്ജിനി അത് പക്ഷെ സ്വീകരിച്ചില്ല. ചാരിറ്റി ആയി എടുത്തൊന്നും പറഞ്ഞാൽ മാസമായി തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നമുക്കിടുന്ന ഒരു വില ഉണ്ടല്ലോ, അതിലൊന്നും ഒട്ടും കുറയരുത്. ഇനി പൈസയുടെ കാര്യത്തിൽ എല്ലാത്തിൽ തന്നെ മോശം എക്സ്പീരിയൻസ് രഞ്ജിനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കതൊന്നും കണ്ടോക്കാം. കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാം. നമുക്ക് ഈ ഇവൻറ്റ്സ് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്ലയൻസ്, ആ സമയത്ത് നമ്മളൊരു ഫാഷൻ ഷോസിന് പോകുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ ഫാഷൻ ഷോസ് അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, ഫാഷൻ ഷോന് പോകുമ്പം നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടിയുള്ള ബേസിക് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ലൈക്ക് വാട്ടർ, ഭക്ഷണം, ഇരിക്കാൻ ചെയർ, റെഡി ആവാൻ റൂം, ബേസിക് ആ കാര്യങ്ങൾ ഇന്ന് എനിക്കറിയില്ല, അന്ന് ഇതൊന്നും തരത്തില്ലായിരുന്നു. ഞാനതിനൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫൈനലി അവർ നമുക്ക് തരാൻ സമ്മതിക്കും. നമ്മൾ 12 പെൺകുട്ടികൾക്ക് ഓക്കെ, 4 ആൺകുട്ടികൾക്ക് ഓക്കെ, കൂടെ വന്ന ആർക്കുമില്ല, കൂടെ വന്ന 10 പേര്. സോ അങ്ങനെ ഞാൻ കുറേ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും ഒരു ഷോന് ഇപ്പോഴും പോകുമ്പോൾ മറ്റേ മസിൽ മെമ്മറി എന്ന് വിചാരിക്കും. ആദ്യം ഞാൻ ചോദിക്കുന്ന ബോട്ടിൽ ഓഫ് വെള്ളം എനിക്ക് കസേരയാണ്. സോ വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണം. പണ്ട് മാത്രമല്ല, ഇപ്പോഴും പലരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും പല നടിമാരും പല സിനിമയ്ക്ക് വേണ്ടി സെറ്റിൽ പോകുന്ന സമയത്ത് നല്ല ബാത്റൂമോ നല്ല ഡ്രസ്സ് മാറാനുള്ള സൗകര്യമോ ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇതിനെതിരെ പാർവതി അടക്കമുള്ള നടിമാർ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് കൊണ്ടാവാം പണ്ട് തൊട്ടേ രഞ്ജിനി ഹരിദാസിന് അഹങ്കാരി എന്നുള്ള ലേബലൊക്കെ കൊടുത്തത്. ആൾക്കാർക്ക് പണ്ട് ഈ ഒച്ച ഉയർത്തി സംസാരിക്കുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമല്ലല്ലോ. മാത്രമല്ല, രഞ്ജിനി പുറത്തു പോയി പഠിച്ചിട്ടുള്ള ആളാണ്. സോ ആൾ കുറച്ച് ലിബറലാണ്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ മിങ്കിൾ ചെയ്യുന്ന ആളാണ് രഞ്ജിനി. ഇതൊന്നും നമ്മുടെ അന്നത്തെ സമൂഹത്തിന് പിടിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ എന്നും രഞ്ജിനിയെ സ്ട്രോങ് ആക്കിയേ ഉള്ളൂ. സ്വാഭാവികം. പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ എന്നും രഞ്ജിനിയെ സ്ട്രോങ് ആക്കിയേ ഉള്ളൂ. രഞ്ജിനി ഹരിദാസ് ഹെർ സെൽഫ് ഈസ് എ ബ്രാൻഡ് അല്ലെ? പണ്ടൊക്കെ രഞ്ജിനി ഒരു മോണോപോളി ആയിരുന്നു. രഞ്ജിനി ഇല്ലാത്ത ഒരു സ്റ്റേജ് ഷോയും അന്നില്ലായിരുന്നു. ഇനി ഇതിലും മോശം എക്സ്പീരിയൻസിനെ കുറിച്ചാണ് രഞ്ജിനി സംസാരിക്കുന്നത്. അതിൽ കിടക്ക പങ്കിടാൻ വരെ വിളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേരുണ്ടായിട്ടും നമ്മൾ നമുക്ക് തന്നെ ഒച്ചയിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് രഞ്ജിനി പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. വാ, വീഡിയോ കണ്ടോക്കാം. അപ്പം അങ്ങനെ പോയപ്പം അവിടെ കുറച്ച് ആൾക്കാർ, ഇതിൽ കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഷോന്റെ ഭാഗമായിട്ട്. ഐ തിങ്ക് ബഞ്ച് ഓഫ് ദം ഫേമസ് ആർട്ടിസ്റ്റ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം എനി ഓഫ് ദം ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് തിങ്സ് കമ്മിങ് അപ്പ്. അപ്പോൾ അവിടെ ഈ കുറച്ച് പേര്, ഞാൻ അവിടെ റിഹേഴ്സലിന് എത്തിയ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ റൂമിലേക്ക് ആൾക്കാർ രാത്രി വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ റൂമിൽ വന്ന് നോക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനിടയിൽ സ്പോൺസർ എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു സ്പോൺസർ വാണ്ട്സ് ടു മീറ്റ് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഐ സെഡ്, ഞാൻ അവിടെ വരുമ്പോൾ എന്നെ മീറ്റ് ചെയ്യാം, ഹീ ലൈക്ക് ടു ടേക്ക് യു ഫോർ ലഞ്ച്. ഐ സെഡ് ഐ മീറ്റ് ഹിം, നോ പ്രോബ്ലം. ഞാൻ ആലോചിക്കുന്നില്ല. സോ ഐ ബി വെരി ഓണസ്റ്റ് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, അങ്ങനെ ഈ സ്പോൺസർ വന്നു, ഞാൻ ഇയാളെ കൂടെ ലഞ്ചിന് പോയി കഴിഞ്ഞ് ലൈക്ക് ഐ വാസ് ഹംഗ്രി, ലഞ്ച് ടൈം ആയിരുന്നു, ലെറ്റ്സ് ഗോ. ദെൻ ഹീസ് ടെല്ലിങ് മീ നമുക്ക് കടയിൽ പോവാം. ഐ വാസ് ലൈക്ക്, എന്തിനാ കടയിൽ പോകുന്നത്? അല്ല, നമുക്കൊരു ഫോൺ വാങ്ങിക്കാം. ഐ വാസ് ലൈക്ക്, എനിക്ക് ഫോൺ വേണ്ട. ലൈക്ക് പൊട്ടി. ആൻഡ് ലൈക്ക് ഐ വാസ് ക്വൈറ്റ് സോ സ്റ്റുപ്പിഡ് ബിക്കോസ് ഫസ്റ്റ് ടൈം ആണല്ലോ, നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇതെന്തിനാ വേണ്ട? അപ്പോൾ ഇത് വേണ്ട ഐ സാid നമുക്ക് തിരിച്ചു പോകാം. ഞാനങ്ങനെ പോയി. പിന്നെയാണ് ഇവർ ഇതൊക്കെ പറയണത്, നോക്ക് ചെയ്യുന്നു, ഫോൺ വിളിക്കുന്നു എന്നൊക്കെ പറയണത്. സോ ജനറലി അവിടെ സീൻ കുറച്ച് കോൺട്രയാണ്. ഓക്കെ, അപ്പോൾ ഐ വാസ് ലൈക്ക്, ജസ്റ്റ് ഡോണ്ട് ബോദർ.
ഇതൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഷോ കഴിഞ്ഞു ഏതോ ഒരു സ്റ്റേജിൽ. ഷോ കഴിഞ്ഞിട്ട് ഡിന്നർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോണത് ഈസ് എവിടെയോ ഒരു ഉള്ള എവിടെയോ 1.5 hours away. ഷോ കഴിഞ്ഞ് വിശന്നിരിക്കുകയാണ് ഞങ്ങൾ. 1.5 hours away. മറ്റേ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, അബ്ര, ഐ ഡോണ്ട് നോ, എൻ്റെ വേഗ് മെമ്മറീസ് ആണ്, അത്രയും പഴയ കാര്യമാണ്. 20 years ago, നോട്ട് 20, 18 years ago or something. അവിടെ കൊണ്ടുപോയിട്ട് ഡിന്നർ എന്ന് പറഞ്ഞു. ബേസിക്കലി അവരെന്താ ചെയ്തേക്കെന്ന് അറിയാമോ? ഡിന്നർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഡിന്നർ. എന്നിട്ട് ലൈക്ക് there's alcohol. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം കൂടെയുള്ള ആക്ടേഴ്സും ആർട്ടിസ്റ്റും ഒക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് അൺകംഫർട്ടബിൾ ആയിപ്പോയി. അപ്പോൾ ഐ വാസ് ഓൾസോ വെരി വെരി ആംഗ്രി. ഇറ്റ് ലുക്ക് ഷേഡി. ഇവരൊക്കെ വരുന്നു, ഇവരൊക്കെ ആൽക്കഹോൾ കുടിക്കുന്നു, ഞങ്ങൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയി, യുനോ. ആൻഡ് ബോട്ടിൽ പണ്ടാരം വെള്ളത്തിന് നടുക്ക്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഐ തിങ്ക് ഞാൻ ഭയങ്കര അധികം ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്ത ഒരു ദിവസം അതാണ്. അന്ന് ഞാൻ മറ്റേ ഭദ്രകളിയായി. ബിക്കോസ് it was not right. I felt cheap. Like, and there were a lot of women. ഞങ്ങൾ കുറേ ഗേൾസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിലൊരു ഗേളുടെ ഡാഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളെയൊക്കെ അവിടം വരെ ഞങ്ങളടുത്ത് പറയാതെ ഡിന്നറാണ് എന്ന് പറഞ്ഞിട്ട് അവിടം വരെ കൊണ്ടുപോയിട്ട് പിടിച്ച പോലെ. എന്നിട്ട് ഇവർ നമുക്കറിയില്ലല്ലോ ഇവർ അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ, വാട്ട് എവർ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, ഒച്ചയും വെള്ളം ഉണ്ടാക്കി. മറ്റേ ഞാൻ അങ്കിളുടെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ അങ്കിൾ സംസാരിച്ചില്ല. അവരൊക്കെ കുറച്ച് they don't want to make an issue of it. അന്ന് I made a big issue. I said, this is not Kerala, this is Dubai. ഒറ്റൊരു ഫോൺ കോൾ the cops will come. That I knew. Okay? And you better get us to the coast. ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നൊരു ഭക്ഷണം ഇല്ല. അപ്പോൾ oh God, I'll never. എന്തായാലും ഫുൾ ഉടായ്പ ടീം തന്നെ. സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്പോൺസേഴ്സിന് ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവർക്ക് രഞ്ജിനിയുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യണം. അത് രഞ്ജിനിയോട് പല വിധത്തിലും പറയാൻ നോക്കും. പക്ഷേ രഞ്ജിനല്ല ആള് സ്ട്രിക്റ്റ് ആയി തന്നെ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഡിന്നർ എന്നും പറഞ്ഞ് രഞ്ജിനെയും കുറച്ച് പെണ്ണുങ്ങളെയും ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോയി. ഈ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഈ ഐലൻഡിന് ചുറ്റും വെള്ളമാണ്. 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇനി എന്തിനാണ് ഇവരൊക്കെ ഈ ഐലൻഡിലേക്ക് കൊണ്ടുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവിടെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ആടാനും പാടാനും ഒക്കെയാണ് ഈ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോയത്. കള്ളം പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് രഞ്ജിനിക്കും കൂട്ടർക്കും കാര്യം മനസ്സിലായത്. അതോടെ രഞ്ജിനി അവിടെ ഇടപെട്ട് നല്ലതുപോലെ അവർക്ക് കൊടുത്തു. ആ രാത്രി അവർ രഞ്ജിനിക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്താ, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് തന്നെ ഹയർ. എന്തായാലും അന്ന് അത്ര പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഒരാൾ പോലും വാ തുറന്നില്ല. രഞ്ജിനി മാത്രമാണ് അവർക്ക് വേണ്ടി സംസാരിച്ചത്. പക്ഷേ രഞ്ജിനി ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രഞ്ജിനിക്കെതിരെ വന്ന പുതിയൊരു കേസാണ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസ് ഓർമ്മയില്ലേ? ആ മോഡലിംഗ് പരിപാടി പ്രൊമോട്ട് ചെയ്തതിൽ ഒരാൾ രഞ്ജിനിയായിരുന്നു. അറിയാതെ പ്രൊമോഷൻ ചെയ്തതാവാം. എന്തായാലും അതിനെക്കുറിച്ച് ഇന്നേ വരെ രഞ്ജിനിയുടെ ഭാഗത്ത് നിന്നും ഒരു മറുപടിയും വന്നിട്ടില്ല. അല്ല, ഇത് പറയുന്നതിന് കൂട്ടത്തിൽ എനിക്ക് അതും കൂടി പറയണമെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് ബാക്ക് ടു രഞ്ജിനിയുടെ എക്സ്പീരിയൻസിലേക്ക് വരാം. ഈ ഒരു ബാഡ് എക്സ്പീരിയൻസിന് ശേഷം കണ്ണൂരിൽ വെച്ചും രഞ്ജിനിക്ക് സമാനമായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും നൈസായിട്ടാണ് രഞ്ജിനി ഡീൽ ചെയ്തത്. അതിനെക്കുറിച്ച് രഞ്ജിനി പറഞ്ഞൊന്ന് കേട്ടോക്കാം. മച്ച് ലേറ്റർ ഇൻ ലൈഫ് കണ്ണൂർ ഒരു ആഡ്, ആ ആഡിന് വേണ്ടി നല്ലൊരു പേയ്മെൻറ്റ്, ഐ തിങ്ക് ബെഡിങ് ആണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി മാസ്കറ്റ് ഹോട്ടലിൽ ഐ സ്റ്റിൽ റിമെമ്പർ ആഡ് അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, എല്ലാം കൺഫേം ചെയ്തു, സെറ്റാക്കി. ഞങ്ങൾ പോയി അവിടെ പോയി ആഡൊക്കെ ഫുൾ ഡേ ഷൂട്ട് ചെയ്തു. ക്ലയൻറ്റ് വന്നു, സംസാരിച്ചു, ഓക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും, എന്നാൽ ഞാൻ പോവാണ്, നമുക്ക് പാക്കപ്പ് ചെയ്യാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല നിന്നൂടെ. അത് ശരിയില്ല, എനിക്ക് നിൽക്കണം, എനിക്ക് നല്ല പണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറുണ്ട് ആഷിഖ്. ആഷിഖ് ഇസ് ലൈക്ക് മൈ യുനോ ഓൾ ഇൻ ഓൾ. ആ സമയത്ത് സ്റ്റാർ സിംഗർ ടു ഒരു 5-8 വർഷം അവനായിരുന്നു എൻ്റെ കൂടെ ഫുൾ ടൈം. നൗ ഹി ഹാസ് ഹിസ് ഓൺ എന്തായിരുന്നു അവൻ്റെ ട്രാവൽ ഹോളിഡേയ്സ്, മറന്നു അവൻ്റെ ട്രാവൽ കമ്പനി. ഈസ് ഡൂയിങ് വെൽ. അപ്പോൾ ആഷിക്കായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഒരു കോർഡിനേറ്ററാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റൂമിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പം അയാൾ പേയ്മെൻറ്റ് തരാൻ റൂമിലേക്ക് വന്നു. ഓക്കെ, പേയ്മെൻറ്റ് തരാൻ റൂമിലേക്ക് വന്നപ്പം പേയ്മെൻറ്റ് ഞാൻ വെച്ചാൽ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ അവിടെ അല്ല നിൽക്കുന്നില്ലേ. ഐ വാസ് ലൈക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാണ് നിൽക്കുന്നത്. ഈസ് ലൈക്ക്, അല്ല അതും ഇതിൻ്റെ ഭാഗമാണെന്ന്. ഐ വാസ് ലൈക്ക്, വാട്ട് യു മീൻ അതും ഇതിൻ്റെ ഭാഗമാണ്? ഐ സെഡ്, ആരാ തൻ്റെ അടുത്ത് പറഞ്ഞേ? കോർഡിനേറ്റർ പറഞ്ഞു എന്ന്. ഐ വാസ് ലൈക്ക്, ഇവിടെ നിന്നിട്ട് എന്താ ഉദ്ദേശം? So basically, I'm supposed to stay and sleep with him. I'm like, what? ഇത്രയും ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ, I kid you not, this has never happened, right? So I'm like, oh wow, okay. ഒരു കാര്യം ചെയ്യാം, കോർഡിനേറ്റർ അല്ലേ പറഞ്ഞേ, താൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. എൻ്റെ റൂമിൽ, അപ്പോഴത്തെ റൂമിൽ നിന്ന് പുറത്താക്കണമല്ലോ, റൂമിൽ നിന്ന് അയാളെ വിളിച്ച് താഴേക്ക് ഞാൻ കൊണ്ടുപോയി. ആഷിക്കിനെ വിളിച്ചു, ആഷിക്കെ കോർഡിനേറ്ററിനെ വിളിച്ചു. ഞാൻ പുറത്തെ ഹോട്ടലിൻ്റെ പുറത്ത്, ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ഞാൻ അവിടെ കോർഡിനേറ്ററിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ കോർഡിനേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, താനാണോ ഇയാളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇയാളുടെ കൂടെ കിടന്നുറങ്ങുന്നത്? അയ്യോ ഇല്ല മാഡം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇയാൾ ഇതിനെ എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ ചോദിക്കുന്നത് എന്ന് ഞാൻ ഡയറക്റ്റ്ലി ചോദിച്ചു. അതിന് ആഷിക്കിനെ സൈഡ് നിർത്തിയിട്ട്. അവിടെ രണ്ടുപേരും കിടന്ന് പരങ്ങൊരു പരങ്ങലുണ്ട്, ഞാൻ മറക്കില്ല. എന്നിട്ട് I told him, എനിക്ക് തൻ്റെ വീട്ടിൽ പോകണം,
താൻ എന്നെ ഇപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോക്കോ, ബിക്കോസ് അയാൾക്ക് ഭാര്യയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കോമഡി അയാൾ പറഞ്ഞിട്ട് വേണ്ടിയത് വീട്ടിൽ അവർ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാര്യയും മക്കളും എന്നൊക്കെ. ഞാനതൊക്കെ ഓക്കെ പോണ വഴി ഭാര്യയും മക്കളെയും കണ്ടിട്ട് പോവാം എന്ന് വരെ പറഞ്ഞതാ. ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, ബിക്കോസ് എനിക്ക് കളി വന്നിരിക്കുകയാണ്. ഡൂഡ് ഇറ്റ് വാസ് ക്രേസി. എന്നിട്ട് ഞാൻ വീട്ടിൽ ആശിക്കാണെങ്കിൽ കുറച്ച് വലിയ സൈസ് ഉള്ളവനാട്ടോ, സോ നമുക്കൊന്ന് പേടിക്കും. അപ്പോൾ അത് കൊള്ളാലോ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിസ എടുപ്പിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതാ കണ്ട് എന്താ അവൻ്റെ ഒരു പൂതിയില്ലേ. പരിപാടി നടക്കാനും രഞ്ജിന് വേണം, അവന്റെ കൂടെ കിടക്കാനും രഞ്ജിന് വേണം പോലും. ഇങ്ങനെയുള്ളവന്മാരുടെ വീട്ടിൽ തന്നെ പോയി ചോദിക്കണം. വീട്ടിൽ നല്ലവനായിട്ടുള്ള ഉണ്ണി കളിച്ചിട്ട് പുറത്തിറങ്ങിയാലോ മറ്റുള്ള പെണ്ണുങ്ങളോട് കളി ചോദിച്ച് നടക്കുന്നു. കഴിഞ്ഞില്ല, ഇനി രഞ്ജിന് പറഞ്ഞ പോലെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ രംഗം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇനി അവന്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത് രഞ്ജിന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. എല്ലാവരും വീട്ടിൽ പോ, അവനെയും പിടിച്ച് ഞങ്ങളുടെ വണ്ടി കയറ്റി, ഞങ്ങളുടെ വണ്ടിയില്ല ആണോ ഞങ്ങൾ അവൻ എന്തോ ആശിക്കനെ പിടിച്ച് എൻ്റെ വണ്ടി കയറ്റി അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. എന്നിട്ട് വഴിയിൽ അവനെ ഇരുന്ന് ഞാൻ ക്ലാസ് എടുത്തു എത്തുന്നവരെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞങ്ങൾ എല്ലാവർക്കും പണി ഇതാണെന്നാണോ? നമ്മൾ ഈ ജോലി ചെയ്യാൻ വരുന്നു, ജോലി ചെയ്ത് പോകുന്നു. ലൈക്ക് വാട്ട് ഈസ് യുവർ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആൻഡ് എന്നിട്ട് ഭയങ്കര സോറി മാഡം ബ്ലാ 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 ബ്ലാ. ഐ എം ലൈക്ക് it doesn't even make sense. Like if I want to sleep with somebody, I will sleep with somebody I want to sleep with. My ജോലി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹു ഐ വോണ്ട് ടു സ്ലീപ്പ് വിത്ത്. അതിൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഞാൻ ആരുടെ കൂടെ കിടന്നുറങ്ങുന്നില്ല എന്ന് എൻ്റെ പ്രശ്നമാണ്. ഇത് നാട്ടുകാർ ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ജോലി യു കനോട്ട് പേ ഫോർ ദാറ്റ് ഷിറ്റ്. ഇറ്റ്സ് expensive, it's unaffordable, you will not be able to pay for it because we have really high standards on these things, you guys. Like it's crazy. High standards for എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. സോ നൗ അയാളുടെ വീട്ടിലെത്തി താഴെ ഭയങ്കര സീൻ. ആൾക്ക് കയറണ്ട, ഞാൻ പറയും, ഞാൻ അയാൾ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക. ഞാൻ തൻ്റെ ഭാര്യ അടുത്ത് പറയും, തൻ്റെ ഭാര്യ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഫൈനലി ഐ വാസ് ലൈക്ക് ഓക്കെ, കുടുംബം വന്ന് ഞാൻ നശിപ്പിക്കണോ? ഈ പഴയ ഒരു തോട്ട് ഉണ്ടല്ലോ, ഞാനായിട്ട് എന്തിനാ ഒരാളുടെ കുടുംബം നശിപ്പിക്കണേ, ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശിക്കിനെ നോക്കിയപ്പോൾ ആശിക്കും വാസ് ലൈക്ക് ആശന എന്നാലും ഞാൻ വീട്ടിൽ കയറും എന്ന് പറഞ്ഞിട്ട് ഡൂഡ് ആ വീട്ടിൽ കയറി. അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ, അവൻ്റെ ഭാര്യ, അവൻ്റെ കുറേ മക്കൾ, സിസ്റ്റേഴ്സ്, അവരുടെ മക്കൾ. ഇറ്റ് ഈസ് വൺ ഫുൾ ഓൺ കൂട്ടുകുടുംബം സീൻ ആൻഡ് ദ നൈസസ്റ്റ് പീപ്പിൾ. ഉഫ്, മോളെ എന്ന് വിളിച്ചിട്ട്, നമുക്കറിയാലോ ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ സൽക്കരിക്കുന്നത് ഫുൾ സൽക്കാരം. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇയാളെ ഒന്ന് നോക്കിയടാ പട്ടി, ഇതിനെപ്പോലെ എത്ര തെണ്ടികൾ ഈ ലോകത്തുണ്ട് എനിക്ക് ഫ്ലാഷ് ആയിരുന്നു അന്ന്. ബിക്കോസ് ഒരു സൈഡിൽ മാന്യൻ എന്ന രീതിയിൽ ഒരു ലൈഫും മറ്റേ സൈഡിൽ പോക്രിത്രം. I don't know whether girls do this, boys do this, I don't know. But dude, that was my first like direct experience as somebody asked. And I was like, എൻ്റെ അടുത്ത് ചോദിക്കാൻ ധൈര്യമോ? അതാണ് രഞ്ജിനിയോട് കളി ചോദിക്കാൻ ധൈര്യം. എനിക്കിത് പറയുമ്പോൾ മറ്റേ ബിഗ് ബോസിലെ രഞ്ജിനിന്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. യു മൈറ്റ് ബി എ പേളി മാണി ബട്ട് ഐ എം ഫ്രീക്കിംഗ് രഞ്ജിനി ഹരിദാസ്. അതൊക്കെ ഒരു കാലം. എന്തായാലും രഞ്ജിനി അവന്റെ വീട്ടിൽ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അവന്റെ വീട്ടുകാരോട് കൂടി അവന്റെ തെമ്മാടിത്തരം പറയണമായിരുന്നു. ഇത് കാരണം അവന്റെ കുടുംബം നശിക്കുന്നുണ്ടെങ്കിൽ നശിക്കട്ടെ. അവന്റെ കയ്യിലിരിപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവൻ ഓൾറെഡി ഡിവേഴ്സ് ആയിട്ടുണ്ടാവും. എന്തായാലും പണ്ടൊക്കെ ആൾക്കാരുടെ വിചാരം കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും കിടപ്പറ പങ്കിടാൻ റെഡിയാവുമെന്നാണ്. വലിയ വ്യത്യാസമില്ലെങ്കിലും ഇന്ന് കുറച്ചൊക്കെ ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് രഞ്ജിനിയുടെ ഒരു തുണ്ട് വീഡിയോ ഇറങ്ങിയെന്നും പറഞ്ഞൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. പക്ഷെ ശരിക്കും അത് രഞ്ജിനിയുടെ വീഡിയോ അല്ലായിരുന്നു, വേറെ ഏതോ പെണ്ണിന്റെ വീഡിയോ ആയിരുന്നു. അത് മുഖം ഒന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ ആ പെണ്ണിന്റെ ഇത് രഞ്ജിനിയുടെ സെയിം ചിരി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് രഞ്ജിനിയുടെ വീഡിയോ ആക്കി. അങ്ങനെ ആ കള്ളം അങ്ങ് വലിയ രീതിയിൽ സ്പ്രെഡായി. അതിനെക്കുറിച്ച് രഞ്ജിനി പറയുന്നുണ്ട്, നമ്മൾ നല്ലതെന്ന് കേട്ടോ. ഈ ഡയറക്റ്റ് ആയിട്ടുള്ള പോലെ തന്നെ ഒന്നും അറിയാതെ നമ്മളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, രണ്ട് കാര്യമുണ്ട്. രണ്ടാണ് ഏറ്റവും ഹിറ്റായ സാധനം. ഒന്ന്, ഞാൻ ടെക്കീലയുടെ ഷോട്ട് എടുക്കുന്നു ലൗഞ്ച് വെറ്റിയിൽ. അപ്പോഴത്തെ എൻ്റെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ആൻഡ് ഹീ സ്റ്റാൻഡിങ് റിയലി ക്ലോസ് ടു മൈ ഫേസ്, നാക്കൊക്കെ പുറത്ത്. ഐ ഷോ യു ദ ഫോട്ടോ മൈ സെൽഫ്. ഓക്കെ, മൈ ഗോഡ്, ആ ഫോട്ടോ വന്നതിന് ശേഷം ഇറ്റ് വാസ് സച്ച് എ ബിഗ് ഡീൽ ബിക്കോസ് രഞ്ജിനി ഹരിദാസ് കള്ളു കുടിച്ചു വന്നു. സോ ഞാൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഐ വാസ് അറ്റ് എ പാർട്ടി. ഏത് തെണ്ടി ആ ഫോട്ടോ എടുത്ത് പബ്ലിക് ആക്കിയ അവനല്ലേ പ്രശ്നക്കാരൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ ഹാഡ് എ ഗുഡ് ടൈം ഓൾസോ. നോ ഐഡിയ, ബാഡ് എക്സ്പീരിയൻസ് അല്ല, ബട്ട് ഐ എം സെയിങ് പീപ്പിൾസ് മെന്റാലിറ്റി. അതുപോലെ തന്നെ ഓ മൈ ഗോഡ്, ലോകം ഭ്രാന്തായ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് രഞ്ജിനിയുടെ MMS വീഡിയോ. ഇന്നും വരും താഴെ എൻ്റെ കോമന്റ് സെക്ഷനിൽ, ഓ ഇവള് ഏഷ്യ, ഇവളുടെ MMS വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞ കാര്യം, ആ കൊച്ച് ഞാനായിരുന്നെങ്കിൽ ഐഡ് ബി വെരി ഹാപ്പി. ബിക്കോസ് ഭയങ്കര സൗന്ദര്യമുള്ളൊരു കൊച്ചായിരുന്നു അത്. സൗന്ദര്യം എന്ന് മാത്രമല്ല, എല്ലാം നല്ല പ്രൊഫഷണൽ ദൈവം കൊടുത്ത് വളർത്തി വിട്ടൊരു കൊച്ചാണ് ആ കുട്ടി. ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഷി വാസ് ബ്യൂട്ടിഫുൾ. ഷി വാസ് പ്രോബബ്ലി 36 double D. എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യവും ഇല്ല.
ലൈക്ക് എന്ത് പൊട്ടന്മാരാ, നിങ്ങൾ എന്ത് വിശ്വസിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ പൊട്ടന്മാരുള്ള ഒരു ലോകം. അത് ഇന്ന് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും കുറേയൊക്കെ. വീഡിയോ കണ്ട എൻ്റെ ഫേസ് ആണോ എന്ന് മനസ്സിലാവില്ല. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ യു കെൻ സേ ഐ ആൻഡ് ഓൾ ദാറ്റ്. ഐ എം ടെലിംഗ് യു ഐ എം ഓക്കെ ബീയിങ് ദാറ്റ് ഗേൾ, നോ പ്രോബ്ലം, ബട്ട് ഇറ്റ്സ് നോട്ട് മീ, യുനോ. പക്ഷേ ദ amount ഓഫ് ഷിറ്റ്, ബാഡ് റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയില്ലേ, ബാഡ് റെപ്പ് ഐ ഗോട്ട് ബിക്കോസ് ആരോ രഞ്ജിനി ഹരിദാസിന്റെ പേരിൽ അത് ഫേമസ് ആക്കിയതുകൊണ്ട്. ബിക്കോസ് ശരി ആ കൊച്ചു എന്നാ ചിരിച്ചേ, എൻ്റെ ശരി അങ്ങനെയാണല്ലോ, ഏതോ അറബികളുടെ ഇടയിൽ നിൽക്കുന്ന രഞ്ജിനി ഹരിദാസ് എന്ന്. എൻ്റെ ദൈവമേ, അതൊക്കെ കുറെ കേട്ട് ഐ വാസ് ലൈക്ക്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കുറച്ചായിട്ട് വിളിച്ചിരിക്കുന്ന ആൾക്കാർ നാട്ടുകാരെ മൊത്തം വിളിച്ചു തുടങ്ങി. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ കൂളായി എടുക്കാൻ രഞ്ജിനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. പലരും ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതം നശിച്ചു പോയെന്ന് കരുതുന്നു പതറും. പക്ഷേ രഞ്ജിനി അതൊക്കെ ഒരു മെച്ചോർഡ് സെൻസിലാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിനെല്ലാം ശേഷം തന്റെ ഫീൽഡിൽ അടുത്തുള്ളവരിൽ നിന്നും, എന്തിനു പറയുന്ന ഒരു സിനിമാ നടനിൽ നിന്ന് പോലും രഞ്ജിനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് രഞ്ജിനി പറയുന്നുണ്ട്. അതും കൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. ഐ തിങ്ക് ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ വൺസ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആക്ടർ, എൻ്റെ വളരെ നല്ല ഫ്രണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഐ വാസ് വെരി അൺകംഫർട്ടബിൾ ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം, ഞാൻ പൊതുവേ അങ്ങനെ ആക്സസിബിളേ അല്ലാത്ത ആളാണ്. അങ്ങനെ വൺസ് ആൻ ആക്ടർ സെൻറ്റ് മീ എ ഷർട്ട്ലെസ് ഫോട്ടോ ആൻഡ് ഐ വാസ് ലൈക്ക്, എന്നിട്ട് ഈസ് ആസ്കിങ് മീ തിരിച്ചൊരു ഫോട്ടോ അയക്കാൻ. ഐ സെഡ് വൈ, വാട്ട് ഇസ് റോങ് വിത്ത് യു, നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഒരാൾ. Once another music famous person, I'm not saying who, asked me if I was willing to sleep with him, and I was like not interested. Appo his standard dialogue is I will knock on every door. ഞാൻ മുട്ടുന്ന എല്ലാ വാതിലും മുട്ടും, തുറക്കുന്ന വാതിൽ തുറന്നാൽ കുഴപ്പമില്ല, ഓക്കെ ആണ്, നോ പ്രോബ്ലം, ഐ റെസ്പെക്ട് യു, വെൽ ഡൺ, ചെയ്തോളൂ, പെർമിഷൻ ചോദിച്ച് എന്ത് കുഴപ്പമാണ് ചെയ്തോളൂ, പോട്ടൊരു പോട്ടെ, ഇല്ലാത്തൊരു വേണ്ട. വൺ മോർ പേഴ്സൺ, അതും കൂടെ ഞാൻ പറയാം. ദർ ഇസ് എ മോഡൽ കോർഡിനേറ്റർ, ഷോ കോർഡിനേറ്റർ. I actually respect this guy, okay, because അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു, രഞ്ജിനി ഇങ്ങനത്തെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, ഈ നാട്ടിലാണ്, ചോദിക്കുന്ന കാശ് തരും, പക്ഷേ ഐ വാസ് ലൈക്ക് ചേട്ടാ ഈ പക്ഷേ വർക്ക് ആവില്ല, അത് എന്നോടല്ല ചോദിക്കട്ടെ. അപ്പോൾ ഹിൽ ബി ലൈക്ക് കുറേ പേരൊക്കെ പറയും. ഐ വാസ് ലൈക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന കുറച്ച് മോഡൽ കോർഡിനേറ്റേഴ്സും ഷോ കോർഡിനേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. പക്ഷേ അത് അവർ ചോയ്സ് ആർട്ടിസ്റ്റിന് ഇട്ട് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ആക്ച്വലി സോ സാഡ് ബിക്കോസ് നമ്മൾ അഗൈൻ വൈ ആർ വി ഗോയിങ് ടു ഇനോഗ്രേറ്റ് പ്ലേസസ്, വി ആർ ഗോയിങ് ദർ ഓൺ ദ ബേസിസ് ഓഫ് ആ ക്രാഫ്റ്റ് അല്ലേ, നമ്മൾ ചെയ്ത ജോലിയിൽ നമ്മൾ ടാലൻറ്റഡ് ആണ് എന്ന് കാണിച്ചുകൊണ്ടല്ലേ നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുന്നത്. അതല്ലാതെ എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഇനി അങ്ങനെ പോവുകയാണെങ്കിലും God knows, you know, whoever wants to invite, whoever can invite it, no problem. But there are, ഈ ഒരു ലോകത്ത് അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ബിക്കോസ് എന്നെ മൾട്ടിപ്പിൾ ടൈംസ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഷോസ് അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പോയി ആങ്കർ ചെയ്തിട്ടുണ്ട്, അതിന്നും ചെയ്യുന്നു. അതാണ്. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പൈസ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ശരീരം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല ആണുങ്ങളും വർക്കിന് വിളിക്കുന്ന സമയത്ത് കൂടെ കിടക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. രഞ്ജിനി തന്നെ പറയുന്നുണ്ട്, ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. സ്വന്തം ജോബിനെ മഹത്വം അറിയുന്നവർ പണിയെടുത്തുള്ള കഷ്ടപ്പാട് മാത്രമേ ചൂസ് ചെയ്യുകയുള്ളൂ. അത് തന്നെയാണ് രഞ്ജിനിയും ചെയ്യുന്നത്. എന്നാലോ വേറെ കുറെ എണ്ണം കാരണം വേശ്യ എന്ന പേര് കേൾക്കേണ്ടി വരുന്നത് രഞ്ജിനിയെ പോലെയുള്ള കുറെ ആളുകൾക്കാണ്. ഈ സിനിമ മോഡലിംഗ് ഫീൽഡിലുള്ളവർക്ക് ഒരുപാട് കണക്ട് ആവുന്ന അനുഭവമാണ് രഞ്ജിനി ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.